അസ്സലാമലൈക്കും. അപ്പം മുത്തുമണീസ്, നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പം എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യം പറയുന്നു. അപ്പോൾ യൂട്യൂബ് ഇപ്പം ഇങ്ങോട്ട് തുറന്നാൽ ഈ സിലുവിൻ്റെ പച്ചർച്ച തിന്നലാണ് ഇപ്പോൾ എല്ലാവർക്കും പണി. എന്തിനാണ് മക്കളെ നിങ്ങൾ ഈ നല്ലൊരു മാസമായിട്ട് ഈ പൊറക്കലിനെ തീർന്ന ടൈമിൽ നിങ്ങൾ ഈ സിലുവിൻ്റെ പച്ചർച്ച തിന്നാൻ നിൽക്കണേ? എന്തിനാണ് ഇങ്ങനെ അതിനെങ്ങനെ കുറ്റം പറയണത്? അത് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തത്? അതോ അതിൻ്റെ ഹസ്ബൻഡോ അതിൻ്റെ കുട്ടികളോ ആരെങ്കിലും നിങ്ങളോട് വന്നങ്ങാണ്ട് പറഞ്ഞാൽ അത് പിന്നെ ഒരു കുടുംബത്തിൽ ഇന്നതാണ് പ്രശ്നം എന്ന് എന്ത് റിയാക്ഷനാണ് നിങ്ങൾ ചെയ്യണത്? നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ കായുണ്ടാക്കിയാണ് നിങ്ങൾ എന്തിനാണ് തിന്നണത്? ആ തിന്നിട്ട് നിങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്തിട്ട് ആ ബ്ലഡിൽ വരെ ആറാമാണ്. എന്താണ് നിങ്ങളെ കഥ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ റിയാക്ഷനൊന്നും ചെയ്യുന്ന ആളല്ല. ഈ വീഡിയോസ് കാണുമ്പോഴേ നമ്മളോളന്മാർക്കത്തൊരു പെണ്ണ് തന്നെയാണ്. അവളെ കൊണ്ട് പറ്റാഞ്ഞപ്പോൾ അവൾ പോകുന്നു. അവൾ തൂങ്ങിച്ചാകാനും ആത്മഹത്യ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. കുട്ടികളായിട്ടല്ലോ അവൾ ഇറങ്ങിയത്. കുട്ടികളവളെ കൂടെ പോകുന്നതല്ലേ. അവളെടുത്തും കൂടെ പോകുന്ന പ്രായമൊക്കെ കഴിഞ്ഞിരിക്കണം. നടന്ന് വൈത്താലെ പോരുന്ന കുട്ടികളാണ്. പിന്നെ ഇനിയിപ്പോൾ അവർ രണ്ടാളും ഒന്നിക്കൂലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒന്നിച്ച് പോട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകും പ്രശ്നം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഒരു മൂലയുടെ വീഡിയോസ് കണ്ടു. മൂലയർ പറഞ്ഞ മാതിരി അവളെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അവളാ കുട്ടികളെ പോറ്റാനും അവളാ വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വീഡിയോസ് ചെയ്തിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കിയാണ് കുട്ടികളെ പോറ്റുന്നത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള വീഡിയോസൊന്നും അവൾ ചെയ്യണേയില്ല. വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഞാനും അങ്ങനെ തന്നെ ചെയ്യണത്. ഞാനും ഒരു യൂട്യൂബറാണ്. നമ്മൾ പക്ഷേ അവളെ മാതിരി മില്യൺ കണക്കും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പൊട്ടം കിട്ടില്ല തവളായി കിടക്കുകയെന്ന് മാത്രം. എല്ലാവരും ഈ യൂട്യൂബിൽ വരുന്നവരും മുഴുവനും റീൽസിലും അനാവശ്യത്തിനും വേറെള്ളിനും വേണ്ടിയാണ് ഞങ്ങളെ ബുദ്ധി. ജീവിക്കാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മളാവശ്യത്തിന് നമ്മളെ കൊണ്ടൊരു 10 റുപ്യേൻ്റെ കായ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതിന് നമ്മളെ ഭർത്താവിനായാലും മക്കളായാലും വേറുള്ളവരായാലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാന്ന് കരുതിയിട്ടാണ് ഈ പെണ്ണുങ്ങളും താത്താന്മാരും. എല്ലാവരും അങ്ങനെ ആവില്ല, ചിലവരൊക്കെ മിക്കവാറും ഞാനടക്കം അതിനാണ് ഇറങ്ങണത്. അല്ലാതെ ഇങ്ങളെ പിന്നെ പ്രലോഭിപ്പിച്ചാനല്ല, അതിനൊന്നല്ല. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് ഓളെ ഇക്കാൻ്റെ വീഡിയോസിൻ്റെ താഴെ എൻ്റെ കമൻറ്റിൻ്റെ താഴെ ഒരാൾ വന്നങ്ങാണ്ട് ഒരു കമൻ്റ് ഇട്ടിരുന്നു. എന്തൊക്കെയോ പിന്നത്താണ് കുട്ടികൾക്ക് മനസ്സിലായിക്കോളും, മേഡോൺ മമ്മിയാണ്, പഠിച്ചാൻ പോയപ്പോൾ തുള്ളാൻ പോയത് എന്തൊക്കെയോ പറഞ്ഞ ആൾ കമൻ്റ് ഇട്ടീന്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ കമൻ്റ് കൊടുത്തീന്. എന്തുവാണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? പഠിപ്പ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായാൽ മരിച്ചോളം പഠിച്ചാലും തീരൂല. നമ്മൾ സ്കൂൾക്കും മറച്ചിക്കും പോയിട്ടില്ലെങ്കിലും നമുക്ക് ഈ യൂട്യൂബ് കൊണ്ട് എന്തെല്ലാം നല്ല നല്ല അറിവുകൾ കിട്ടുന്നുണ്ട്. ഞാനൊക്കെ ഒരു പൊട്ടത്തി, എനിക്കൊന്നും ഒത്തും അറിയില്ല. പക്ഷേ ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ ഈ വ്ളോഗർമാരതൊന്നും അങ്ങനെ കാണില്ല. പക്ഷേ സിലുവിൻ്റെ വീഡിയോസിലൊക്കെ നല്ല മോട്ടിവേഷൻ ഉണ്ട്. അത് കാണും. ഒരു അച്ചാറുണ്ടാക്കുന്ന ഒരു ടീച്ചറുണ്ട്, അതിൻ്റെ നല്ല മോട്ടിവേഷൻ ഉണ്ട്. അത് കാണാം. അങ്ങനെ മോട്ടിവേഷനുള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അല്ലാതെ എല്ലാവരുടെ വ്ളോഗൊന്നും ഞാൻ കാണാറില്ല. പിന്നെ എത്ര പോലെ ഡോക്ടർമാരത്, മാസ്റ്റർമാരത്, ഉസ്താദുമാരത് നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ കാണുക, അതിന് നല്ലത് നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ ഈ യൂട്യൂബ് കണ്ടതിൻ്റെ ശേഷമാണ് സോപ്പ് ഉണ്ടാക്കാനും എണ്ണ ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനൊക്കെ പഠിച്ചത്. അപ്പം ഞാൻ ചെറുതായിട്ട് അതുകൊണ്ടൊരു ബിസിനസ് ചെയ്യണമുണ്ട്. എനിക്ക് അതിന്മേൽ ചെറുതായിട്ടൊരു വരുമാനം അൽഹംദുലില്ലാ കിട്ടണമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എൻ്റെ മരുന്നിന്, എൻ്റെ ചികിത്സക്ക്. ഇനിയിപ്പോൾ നമ്മളെ പെരയിലുള്ളിയ തക്കാളിയോ പച്ചോളോ എന്തെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ എല്ലാറ്റിനും കാക്ക തരൂ. കാക്കാരേക്കലും ഇല്ല. കാക്കാക്ക് പെയിൻറ്റും പണിയാണ്. 50 വയസ്സായില്ല, അതിനും പണിയെടുക്കാൻ വെച്ച്. അപ്പോൾ അതൊക്കെയാണ് കഥ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങളിങ്ങനെ വീഡിയോ ചെയ്യണ്ടിച്ചിട്ട് നിങ്ങൾ ഈ പച്ചറച്ചി തിന്നണ നേരം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് നല്ലത് പറഞ്ഞൂടെ? നിങ്ങളെന്തിനാണ് ഈ കുറ്റം പറഞ്ഞ് നിങ്ങളിങ്ങനെ പൈസ നീങ്ങണത്? ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുള്ളത്? അതുകൊണ്ട് നിങ്ങൾ കുറേ കാറെടുത്ത് കുറേ വീടെടുത്ത് അതൊക്കെ ഒരു വെള്ളപ്പൊക്കം വന്നാൽ കഴിഞ്ഞ്, ഒരു ഭൂമികുലുക്കം വന്നാൽ കഴിഞ്ഞ്. ശീലമൊക്കെ കിട്ടുന്നതുകൊണ്ട് എന്തോരം ചാരിറ്റി ചെയ്യുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് വീട്, ഭക്ഷണം, വേറുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കും അൽഹംദുലില്ലാ കിട്ടിയാൽ അങ്ങനെയൊക്കെ ചെയ്യാനാണ് ആഗ്രഹം. ഇപ്പോൾ ഉള്ളതിൻ്റെ പരിമിതിയിൽ വെച്ചിട്ട് ഞാനും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടത് കൈ ചെയ്യണത് വലത് കൈ ചെയ്യണത് ഇടത് കൈ അറിയരുതെന്നാണ്.
പക്ഷേ എല്ലാം ഉള്ള കാണുന്നുണ്ട്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ കുറേ പൈസ കൊണ്ട് മാത്രമല്ല നമുക്ക് ചാരിറ്റി. നമുക്ക് വിറകുണ്ടെങ്കിൽ വിറക് കൊടുത്ത് നമുക്ക് സദക്ക ചെയ്യാം. ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്ത് സദക്ക ചെയ്യുക. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊടുത്ത് സദക്ക ചെയ്യുക. ഒക്കെ സദക്കയാണ്. ഒക്കെ ചാരിറ്റിപ്പെടുക. ദാഹിച്ച് കണ്ടൊരു പിച്ചക്കാരനായാലും നമ്മളെ പെരയിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കുക വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കുക. ഭക്ഷണം ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ സദക്കയിൽപ്പെടും. നമ്മൾക്കുള്ളത് വെച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് പറയണമെന്ന് വിചാരിച്ച് ഈ സിലുവിൻ്റെ നെഗറ്റീവ് ഇങ്ങനെ നിങ്ങൾ സിലുവിനെ പറഞ്ഞത് കണ്ടിട്ട് പാവം ആ കുട്ടികളായിട്ട് ജീവിച്ച് പോയിക്കോട്ടെ. നിങ്ങളാരും ആ കുട്ടികൾക്ക് കൊടുക്കും ചിലവിന് കൊടുക്കണില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണുന്നത്. ഞങ്ങളൊക്കെ സപ്പോർട്ടും ചെയ്യലുണ്ട്, ഷെയറും ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊക്കെ നിങ്ങളോട് പറയാനുള്ളത്, വെറുതെ മനുഷ്യന്മാരെ അള്ള തന്ന ആയുസ് പകുതിയൊക്കെ ഉപേക്ഷിക്കണ വഴി നിങ്ങൾ വരുത്തരുത്. അതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിങ്ങളായിരിക്കും. നിങ്ങളൊന്നും ഇങ്ങനെ ഒന്നും പറഞ്ഞതുകൊണ്ട് നിങ്ങളാരും നേടാനും പോണില്ല. ഇനി പിന്നെ ഇനിയിപ്പോൾ കുറേ നെഗറ്റീവ് പറഞ്ഞാലും എനിക്കൊരു ചുക്കൂല്ല. ഞമ്മക്കൊക്കെ പണ്ടാരാ പറഞ്ഞില്ല, ഒരു തീയിൽ കുരുത്തത് വെയിലത്ത് വാടൂലെല്ലാന്ന്. ഇഷ്ടം പോലെ നെഗറ്റീവ് കേട്ടും കണ്ടൊക്കെ വളർന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവൊക്കെ നോ പ്രോബ്ലം. നെഗറ്റീവിനൊക്കെ നമ്മളൊക്കെ പോസിറ്റീവ് ആക്കിയെടുക്കും. അതാണ് നമ്മളെ ജീവിതം. അപ്പം എന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തൃപ്പതിലുള്ളവർ തൃപ്പമില്ലാത്തവർ തരണ്ട. ബായ്. ഫേസ്ബുക്കിലുള്ളവർ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഫോളോ ചെയ്യുക, എന്തൊക്കെ ചെയ്യുക ചാക്ക് ചെയ്യാതെ തന്നെ. ബായ്. പിന്നെ അച്ചാറ് എയർ ഓർമ്മയാണ് പറയാം. അച്ചാറ് എയർ ഓയിൽ സോപ്പൊക്കെ ഉണ്ട്. നല്ല ആയുർവേദിക് പ്രൊഡക്റ്റാണ്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് നമ്മളെ എയർ ഓയിൽ ഉപയോഗിച്ചിട്ട് മുടി കൊഴിച്ചിൽ താരനൊക്കെ മാറ്റുന്നുണ്ട്. ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ മാറ്റുന്നുണ്ട്. വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സാധനം പോകേണ്ട എനിക്ക് ഉണ്ടാക്കാൻ കഴിയായുള്ളൂ. പിന്നെ അതേമാതിരി അച്ചാറും സൂപ്പറാണ്, സോപ്പും സൂപ്പറാണ്. സോപ്പ് നമ്മൾ എയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ സാമ്പൂന് പകരം കൊടുക്കണം. അപ്പോൾ എല്ലാവരും മെയിൻ കോളിങ് ബായ്. സോറി, നമ്പർ കൂടി പറഞ്ഞുതരാം. 62 38 099 310 62 38 099 313. അതെ. അപ്പോൾ ആ നമ്പർ നമ്മൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ സുഖമാണോ, ചോറയിച്ചാ, പെരിലാരൊക്കെയുണ്ട്, എത്ര വയസ്സായി, ഇതൊക്കെയാണ് ഓരോരുത്തരെ കമൻറ്റും ഓരോരുത്തരെ പിന്നെ ഫേസ്ബുക്കിലും വേറെയുള്ളതിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ മെസ്സേജ് ഇട്ടത്. ഇതെത്താപ്പം നിങ്ങൾക്ക് പെങ്കട്ടേരിയാ എന്താപ്പം രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഓരോരുത്തരെ ഞാൻ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കില്ല, അത് വേറെ. അപ്പം അതുകൊണ്ട് നിങ്ങളെ മെസ്സേജിനും നിങ്ങളെ മാഞ്ഞാളത്തിനും ഒന്നുള്ളതല്ല നമ്മൾ കേട്ടാ. അതിന് നിങ്ങൾ വേറെ ആൾക്കാരുണ്ടാവും, നോക്കിക്കോളേ. നമുക്ക് നിങ്ങളെ മാഞ്ഞാളത്തിനൊന്നും നേരമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ ആര് മെസ്സേജ് അയച്ചാലും അപ്പം ചോദിക്കൽ ഇനി സാധനം വേണമെന്ന്. മെസ്സേജ് അയക്കണവരോട് അതാ ചോദിക്കൽ. ആവശ്യമുള്ളവർ വാങ്ങാം, വേണമെങ്കിൽ പിന്നെ നമ്മളാ വൈക്ക് മെയിൻ ചെയ്യുമല്ലോ കേട്ടോ. അത്രേ ഉള്ളൂ. എന്നാൽ ബൈ.